രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജഡ്ജി എസ് നസീറ മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടി നീതിന്യായ വ്യവസ്ഥയിലെ സുപ്രധാനമായ ചില തത്വങ്ങളെ ചോദ്യം ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എഴുതിയ കുറിപ്പ് പൊതുസമൂഹത്തിലും നിയമവൃത്തങ്ങളിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കോടതി വിധിന്യായത്തിലെ ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുൻകാല വിധികളാൽ സ്ഥാപിതമായ അതിജീവിതാനുകൂല നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും ഇത് പരാതി നൽകാൻ മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് കടുത്ത നിരാശ സമ്മാനിക്കുമെന്നാണ് വിമർശകരുടെ പ്രധാന വാദം. ജാമ്യം അനുവദിക്കുന്നതിന് കോടതി പ്രധാനമായി 3 കാരണങ്ങളാണ് ഉയർത്തിക്കാട്ടിയത്. 1. അതിജീവിത പരാതി നൽകാൻ എടുത്ത ദീർഘമായ കാലതാമസം. 2. പരാതിക്കാരുടെ മൊഴികളും KPCC പ്രസിഡന്റ് കൈമാറിയ ഇമെയിലിലുള്ള വൈരുദ്ധ്യവുമാണ്. 3. ആകെ ഒരു തവണ മാത്രം നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗമെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ട തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല എന്ന കണ്ടെത്തൽ. ഈ 3 വാദങ്ങളെയും ശക്തമായ നിയമപരവും സാമൂഹികവുമായ യുക്തികളിലൂടെ മാധ്യമപ്രവർത്തകന്റെ കുറിപ്പ് ഖണ്ഡിക്കുന്നുണ്ട്. പരാതി നൽകാനുണ്ടായ കാലതാമസമാണ് കോടതിയുടെ ശ്രദ്ധയിൽ വന്ന ആദ്യത്തെ പ്രശ്നം. 2 വർഷത്തെ ഈ കാലതാമസം പരാതിക്കാരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനുള്ള കാരണമായി കോടതി കണക്കാക്കുമ്പോൾ ബലാത്സംഗ കേസുകളിലെ കാലതാമസം സംബന്ധിച്ച് സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും നൽകിയിട്ടുള്ള നിരവധി വിധികൾ ഈ വിഷയത്തിൽ വ്യക്തമായ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതായി വിമർശനം ഉയരുന്നുണ്ട്. ബലാത്സംഗം പോലുള്ള കടുത്ത അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർ അടുത്ത ദിവസം തന്നെ കുളിച്ച് വൃത്തിയായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകണമെന്ന് മേൽക്കോടതികൾ ഒരിക്കലും നിഷ്കർഷിച്ചിട്ടില്ല. മറിച്ച് അതിജീവിതയുടെ മാനസികാവസ്ഥ, വീട്ടിലെയും തൊഴിലിടത്തെയും സാഹചര്യങ്ങൾ, സാമൂഹിക ഭയം, അപമാനം എന്നിവയെല്ലാം പരാതി നൽകാൻ കാലതാമസം വരുത്താൻ സാധ്യതയുണ്ടെന്ന് കോടതികൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ പ്രത്യേക കേസിൽ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം, തനിക്കുള്ള ഭയം, ഈ സ്വാധീനത്തെ എതിരാടാനുള്ള ശേഷിയില്ലായ്മ തുടങ്ങിയ വിശ്വസനീയമായ കാരണങ്ങളാണ് പരാതി നൽകാൻ വൈകിയതിന് അതിജീവിത ചൂണ്ടിക്കാട്ടിയത്. അടുത്തിടെയുണ്ടായ ചില സംഭവവികാസങ്ങൾ പ്രതിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് വരാൻ അവർക്ക് ധൈര്യം നൽകിയെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ധൈര്യപൂർവ്വം പരാതിയുമായി മുന്നോട്ട് വന്ന ഒരു ഇരയെ അഭിനന്ദിക്കുന്നതിന് പകരം കാലതാമസത്തിന്റെ പേരിൽ അവരുടെ മൊഴിയെ അവിശ്വസിക്കുക എന്നത് നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണെന്നും കുറിപ്പ് അഭിപ്രായപ്പെടുന്നു. ലൈംഗികാതിക്രമങ്ങളുടെ ഇരകൾക്ക് ആത്മവിശ്വാസം നൽകേണ്ട കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം സംശയങ്ങൾ ഉയരുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും വിമർശകർ പറയുന്നുണ്ട്. രണ്ടാമതായി, മൊഴികളിലെ വൈരുദ്ധ്യം എന്ന കണ്ടെത്തലാണ് മാധ്യമപ്രവർത്തകന്റെ കുറിപ്പിൽ ഏറ്റവും ഗൗരവമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. കോടതിയുടെ മുന്നിൽ അതിജീവിതയുടെ ഒരൊറ്റ മൊഴി മാത്രമാണ് നിലവിലുള്ളത്. അത് പോലീസ് CRPC 161 പ്രകാരം രേഖപ്പെടുത്തിയ മൊഴിയാണ്. എന്നാൽ KPCC പ്രസിഡന്റ് പോലീസിന് കൈമാറിയ അജ്ഞാത ഇമെയിലിലെ ഉള്ളടക്കവുമായി ഈ മൊഴിയിലെ ചില ഭാഗങ്ങളെ താരതമ്യം ചെയ്താണ് കോടതി വൈരുദ്ധ്യം സ്ഥാപിച്ചത്. സണ്ണി ജോസഫ് പോലീസിന് കൈമാറിയത് ഒരു ഇൻഫോമൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. കുറ്റകൃത്യങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന അയച്ചതാരാണെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു മെയിൽ മാത്രമാണത്. ഈ മെയിലിനെ പിന്തുടർന്ന പോലീസ് അതിജീവിതയെ കണ്ടെത്തി. അവരുടെ മൊഴിയെടുത്ത ശേഷം ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. അതായത് കോടതിയുടെ പരിഗണനയിൽ വരേണ്ട പ്രാഥമിക രേഖ അതിജീവിതയുടെ ഔദ്യോഗിക മൊഴിയാണ്. അജ്ഞാത ഇമെയിൽ അതിലേക്ക് എത്താനുള്ള വഴിയായി മാത്രമേ കാണാനാകൂ. എന്നിട്ടും ഈ 2 രേഖകളിലെ സൂക്ഷ്മമായ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ എടുത്തു കാട്ടി മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് സ്ഥാപിക്കുന്നത് നിയമപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോടതി ചൂണ്ടിക്കാട്ടിയ ചില വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവ അടിസ്ഥാനപരമായി പരസ്പര വിരുദ്ധമല്ലെന്ന് വ്യക്തമാകും. ഉദാഹരണത്തിന്, പ്രസിഡന്റിനുള്ള മെയിലിൽ സ്വകാര്യത നഷ്ടപ്പെടുമെന്ന ഭയവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുമാണ് പരാതി നൽകാത്തതിന് കാരണമായി പറഞ്ഞ യുവതി പോലീസിനോട് പറഞ്ഞത് രാഹുൽ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത് കൊണ്ടാണ് പരാതി വൈകിയത് എന്നാണ്. രണ്ടും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരേ സാഹചര്യത്തിൽ 2 മാനങ്ങൾ മാത്രമാണ്. രാഹുലിന്റെ സ്വാധീനം കാരണം പരസ്യമായി ഒരു രാഷ്ട്രീയ നേതാവിന് പരാതി നൽകാൻ പേടിച്ച അവർ വിവാഹ വാഗ്ദാനം പാലിക്കുമെന്ന പ്രതീക്ഷയിൽ സ്വകാര്യമായി കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന് കരുതുന്നത് യുക്തിരഹിതമല്ല. മറ്റൊരു ഉദാഹരണം, ബലാത്സംഗം കഴിഞ്ഞുടൻ വിവാഹത്തിന് തയ്യാറല്ലെന്ന് അയാൾ പറഞ്ഞതാണ് മെയിലിൽ പറയുന്നത്. എന്നാൽ കല്യാണക്കാരൻ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറയുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തുവെന്ന് പോലീസിനോട് പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന അടിസ്ഥാന വസ്തുത ഇരുമൊഴികളിലും വ്യക്തമാണ്. ഇതിനെ നിർണായകമായ വൈരുദ്ധ്യമായി കാണാൻ കഴിയില്ല. കൂടാതെ ബലാത്സംഗം കഴിഞ്ഞ ശരീരത്തിലുണ്ടായ പരിക്കുകൾക്ക് ചികിത്സ തേടിയില്ല. പകരം വീട്ടിൽ നിന്ന് ഓയിൽമെന്റ് പുരട്ടി എന്നാണ് മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ലളിതമായ കാര്യം. ആശുപത്രിയിൽ പോയാൽ വീട്ടുകാർ അറിയുമെന്ന് ഭയന്നാണ് ചികിത്സ തേടാത്തതിന് കാരണം.
ഇതിലൊന്നും ബലാത്സംഗം നടന്നുവെന്ന അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കത്തക്ക വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇല്ലെന്നാണ് നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതിജീവിതയെ സംശയത്തോടെ മാത്രം സമീപിക്കുന്ന ഒരു മനോഭാവമാണ് ഈ നിരീക്ഷണത്തിലൂടെ കോടതി പ്രകടിപ്പിച്ചതെന്നും വിമർശനമുണ്ട്. മൂന്നാമതായി, ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരമായിരുന്നു എന്ന് സംശയിക്കാമെന്ന കോടതിയുടെ കണ്ടെത്തലാണ്. ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷവും ഇരുവരും ടെലിഗ്രാമിൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം പാലിക്കണമെന്ന് അതിജീവിത വീണ്ടും ആവശ്യപ്പെട്ടത് ഇതിന് തെളിവാണ് എന്നുമുള്ള കോടതിയുടെ നിരീക്ഷണമാണ് ഏറ്റവും കൂടുതൽ വിവാദമാക്കുന്നത്. ഇവിടെ അതിജീവിതയുടെ മാനസികാവസ്ഥയെക്കുറിച്ചും സാമൂഹിക സാഹചര്യത്തെക്കുറിച്ചുമുള്ള കോടതിയുടെ വിലയിരുത്തൽ യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന് കുറിപ്പ് വിമർശിക്കുന്നു. ക്രൂരമായ ലൈംഗിക ആക്രമണം നേരിട്ട ഒരു 20 വയസ്സുകാരി വീട്ടുകാരോടോ കൂട്ടുകാരോടോ പോലും പറയാൻ സാധിക്കാതെ ധാർമ്മിക പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ പ്രതിയെ വിവാഹം കഴിക്കുന്നതിലൂടെ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ചിന്തിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. ആ ചിന്ത മുതലെടുത്ത് പ്രതി വീണ്ടും അവളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിജീവിത അതിലൂടെ നോ പറഞ്ഞിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ അവളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും താൻ വിവാഹ വാഗ്ദാനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് നീതിയുക്തമല്ല. ബലാത്സംഗം പോലുള്ള കേസുകളിൽ ഇരയുടെ പിന്നീടുള്ള പെരുമാറ്റത്തെ മുൻവിധിയോടെ നോക്കിക്കാണുന്ന പ്രവണത നീതിന്യായ വ്യവസ്ഥയിൽ തിരുത്തപ്പെടേണ്ട ഒന്നാണ്. ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായതിനു ശേഷം ഇര പ്രതിയുമായി സൗഹൃദത്തിലായി എന്ന് വരുത്തി തീർക്കുന്നത് ഇരയുടെ മാനസിക സംഘർഷങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നതിന് തുല്യമാണ്. മാധ്യമപ്രവർത്തകന്റെ നിരീക്ഷണമനുസരിച്ച് ഈ വിധി കാലിനനുസരിച്ച് ചെരുപ്പ് മുറിച്ചെടുത്തത് പോലെയാണ്. കേസിന്റെ വസ്തുതകളെ പ്രതിക്ക് ജാമ്യം നൽകാൻ ഒതുങ്ങുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചതായി തോന്നുന്നു. ഈ വിധി ഇനി ഒരു പരാതിക്കാരിക്കും തലയുയർത്തി മുന്നോട്ട് വരാൻ ധൈര്യപ്പെടില്ലെന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. എങ്കിലും ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നൽകിയ ഒരു നിർദ്ദേശത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു വാദവും കുറിപ്പിലുണ്ട്. ജാമ്യത്തിലിരിക്കുമ്പോൾ പ്രതി ഒരു കുറ്റവും ചെയ്യരുത് എന്ന കർശന നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി നൽകിയിട്ടുണ്ട്. തൽക്കാലത്തേക്കെങ്കിലും ബലാത്സംഗവും ലൈംഗിക അതിക്രമങ്ങളും പ്രതിക്ക് നിർത്തിവെക്കേണ്ടി വരുമെന്ന ശുഭാപ്തി വിശ്വാസം കുറിപ്പിന്റെ അവസാന ഭാഗത്ത് പ്രകടമാണ്. നിയമത്തിന്റെ അന്തസത്തയും സാമൂഹിക നീതിയും തമ്മിലുള്ള ആന്തരം ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്നതിനിടയിൽ ലൈംഗിക അതിക്രമ കേസുകളിൽ അതിജീവിതയുടെ വിശ്വാസത്തെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഈ കോടതി വിധി നിയമവൃത്തങ്ങളിലും സാമൂഹിക തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മുൻകാല വിധികളുടെ വെളിച്ചത്തിൽ ഈ വിധി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ അതോ കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ നിയമപരമായ ഒരു കീഴ്വഴക്കമായി മാറുമോ എന്ന ആശങ്കകൾ ശക്തമാണ്.